യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജീന ജോയി. ഞാൻ പാലാരൂപതയിലെ മൂഴൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഫെബ്രുവരി 21 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ 5 അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ആദ്യമേ തന്നെ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. എന്നെ ആദ്യമായിട്ട് അമ്മ അനുഗ്രഹിച്ചത് എന്നെ മൊത്തമായിട്ട് വിശദീകരിച്ചുകൊണ്ടാണ്. എനിക്ക് എങ്ങുമില്ലാത്ത ദേഷ്യമായിരുന്നു. എന്ത് പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറയുന്നതാണ് എന്ത് ശരിയെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതിനെ വിട്ടുകൊടുക്കാനും ഞാൻ തയ്യാറാകത്തില്ലായിരുന്നു. പക്ഷേ അമ്മ എന്നെ അതിൽ നിന്ന് ഒത്തിരി മാറ്റിയെടുത്ത് എൻ്റെ മക്കളോടും ഹസ്ബൻഡിനോടും നന്നായി പെരുമാറുന്നതിനും, എൻ്റെ വീട്ടിൽ മേലാത്ത ഒരു അമ്മയുണ്ട്. ഇപ്പം 13 വർഷമായി അമ്മ മേലാതെ കിടക്കുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. പക്ഷേ എനിക്ക് ആ ചെയ്യുന്നതിൽ ഒരു തൃപ്തിയില്ല. ഞാൻ ആർക്കാനും വേണ്ടി ചെയ്യുന്നത് പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ അമ്മയോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറി ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അമ്മ എപ്പോഴും പറയും, അമ്മ വർഷങ്ങളായിട്ട്, അതായത് ഒരു 2010 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അമ്മ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഒരു 10-15 ദിവസം ഹോസ്പിറ്റലിൽ, പിന്നെ 3 മാസത്തോളം ബെഡഡന്, പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. ഒന്നും അമ്മയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആയി. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇതുവരെ അമ്മ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണാൽ പോലും കൂടെ അമ്മയ്ക്കൊന്നും സംഭവിക്കാറില്ല. അമ്മ ഇരിക്കുന്നത് പക്ഷെ നടക്കുകയൊന്നും ഇല്ല. എന്നാലും അമ്മ നല്ല ആരോഗ്യവതിയായിട്ട് നല്ലതായിട്ട് തന്നെ പോകുന്നു. അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ സന്തോഷവതിയായിട്ടിരിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 1 മാസം ഞാൻ പുതുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മാതാവ് ഞാനൊന്ന് വീണു. എൻ്റെ കാല് ഒടിഞ്ഞു. അങ്ങനെ എനിക്ക് നടക്കാനും ഒന്നും മേല, അമ്മയ്ക്ക് മേല. എനിക്ക് 3 കുഞ്ഞു പിള്ളേർ. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയതെന്ന് ഓർത്ത്. എന്നാലും ഞാൻ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. 3 മാസത്തേക്ക് എനിക്ക് റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം എങ്ങനെ കാര്യങ്ങൾ ഓടിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അമ്മ മാതാവ് അതിനെല്ലാം എനിക്ക് ഒത്തിരി ഉത്തരം തന്ന് എൻ്റെ മക്കളായിട്ടും ഹസ്ബൻഡായിട്ടും എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു. 3 മാസം ഇരിക്കണമെന്ന് പറഞ്ഞ് എന്നെ മാതാവ് 1-1.5 മാസം ആയപ്പോഴത്തേക്കും പതുക്കെ നടന്നോളാൻ പറഞ്ഞു. ആ നടക്കാൻ തുടങ്ങിയ നടപ്പ് ഞാൻ നന്നായിട്ട് തന്നെ അങ്ങ് നടന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോഴും നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. ഒരു കുഴപ്പവും എനിക്കിരുന്നിട്ടും വേദന പോലും മാതാവ് തരാറില്ല. അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ എന്നെ മൊത്തത്തിൽ മാതാവ് വിശദീകരിച്ചു. എൻ്റെ മക്കളെ ഞാൻ എന്നും കുർബാനയ്ക്ക് പോകുന്നതിന് എനിക്ക് സാധിക്കുന്നു. എൻ്റെ മക്കളെയും കുർബാനയിൽ പള്ളിയോട് ചേർത്ത് വളർത്തുന്നതിന് എനിക്ക് സാധിക്കുന്നുണ്ട്. അതിനൊക്കെ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എനിക്ക് വല്ലാണ്ട് ഞാൻ പള്ളിയായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് പേരുദോഷമായി. ആ പേരുദോഷത്തിൻ്റെ പേരിൽ എനിക്ക് ഒരു മനുഷ്യനെ ഫേസ് ചെയ്യാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ വീണ സമയത്ത് ഞാൻ നന്നായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനങ്ങൾ ഒത്തിരി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നെ മാതാവ് വചനത്തോട് ഒത്തിരി ചേർത്ത് നിർത്തി എന്നെ ഒരുക്കി. എങ്കിലും ഈ പേരുദോഷം എന്നാലും എപ്പോഴും ഞാൻ കുർബാനയ്ക്ക് പോകും. എൻ്റെ കയ്യിൽ എപ്പം പോയാലും ഈ കൊന്തയുണ്ട്. കൊന്ത കൈ പിടിച്ചുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി അവൾ കൊന്തയും കൈ പിടിച്ച് കള്ളത്തരം കാണിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നത് അവൾ കള്ളത്തരം കാണിക്കുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അന്നേരം ഇങ്ങനെ ഞാനൊരു ദിവസം കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഈശോ തന്നെ എന്നോട് സംസാരിച്ചു. മത്തായി 10:28 നിൻ്റെ ശരീരത്തെ കൊല്ലാൻ കഴിയുന്നതിന് നിൻ്റെ ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നയാളെ നീ പേടിച്ചാൽ മതി, അല്ലാതെ നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഈശോ കാണിച്ചു തന്നു.
അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഈ സങ്കടം എനിക്കുണ്ട്. എന്നാലും ദൈവം എന്നോട് ഇങ്ങനെ വചനങ്ങളിൽ കൂടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി ദൈവം. അങ്ങനെ പിന്നെ ഈശോ എന്നോട് സംസാരിച്ചു. ജെറമിയ 29:11 നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ളതാണെന്ന് ഈശോ എന്നോട് സംസാരിച്ചു. അങ്ങനെ ഇത് പോയി. ആ സമയമായപ്പോഴത്തേക്കും 2020 ആയപ്പോഴത്തേക്കും കൊറോണ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പള്ളിയിലൊന്നും അങ്ങനെ പോകാൻ മേല, എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേലാത്ത അവസ്ഥ. ആ സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, ഞാനൊരാണായിരുന്നെങ്കിൽ അന്ന് ആരെ സഹായിക്കാനൊന്നും പറ്റില്ല. ഞാനന്നേരം വിചാരിക്കുമായിരുന്നു, ഞാനൊരാണായിരുന്നെങ്കിൽ എനിക്ക് ഈ കൊറോണ പിടിച്ച ആൾക്കാരെ എനിക്ക് ആൾക്കാരെ ശുശ്രൂഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു. അന്നേരം ആ സമയത്ത് ഇങ്ങനെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാതാവേ, ഇതിനെന്നെ ഒരു പരിഹാരം. അങ്ങനെ വന്ന സമയത്താണ് നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് ദൈവം എൻ്റെ പേരാണ് ഞങ്ങളുടെ വാർഡിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നെ ഒരു മത്സരത്തിന് ഇറക്കി നിർത്തിയാൽ ഞാനൊരു പേരുദോഷക്കാരത്തിയാണ്. അന്നേരം ഞാൻ ജയിക്കുകയില്ല, വെറുതെ എന്നെ നിർത്തി ബാക്കിയുള്ളവരും കൂടെ നാണക്കെടുമല്ലോ എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ എന്നെ അതിനു വേണ്ടി ഒരു അവസരം ഒരുക്കി തരരുതെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവസാനം എനിക്ക് തന്നെ കുറി വീണു. ഞാൻ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ പേരുദോഷം മാറ്റാൻ വേണ്ടി മാതാവ് എനിക്ക് തന്നേക്കുന്ന ഒരു അവസരമാണ്, അത് മാതാവായിട്ട് തന്നെ മാറ്റിത്തരണം, അല്ലാതെ ഈശോ തന്നെ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കണം, എനിക്കല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു പങ്കുമില്ല. എനിക്ക് വീടുകൾ കയറുമ്പോൾ പോലും ഒരു മനുഷ്യരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ വീട് കയറും, ചോദിച്ചു പോരും. പക്ഷേ എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്നാണേലും എൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാർക്ക് പോലും ഞാൻ ജയിക്കുമെന്നോ ഞാൻ ഇങ്ങനെയൊരു മെമ്പറായിട്ട് വരുമെന്നോ ഒരു വിചാരമില്ല. അങ്ങനെ മുന്നോട്ട് പോയി. റിസൾട്ട് വന്നപ്പോൾ മാതാവ് എന്നെ നല്ലൊരു വിജയം തന്നെ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ആ വിഷമം കൊറോണ കാലത്തും അങ്ങനെ എന്നെ ആ പേരുദോഷത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ കൊറോണ കാലത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ലല്ലോ എന്നുള്ള വിഷമവും മാതാവ് മാറ്റി തന്നു. ആ സമയത്ത് കൊറോണ അങ്ങ് ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു. അങ്ങനെ വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് ഭക്ഷണമായിട്ടും ആഹാരമായിട്ടും വേറെ ആരും പോവുകയല്ലേ, എനിക്ക് അവരുടെ മുന്നിൽ പോകാനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. അതിനെല്ലാം മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. അതുപോലെ എൻ്റെ മക്കൾക്ക് എന്ത് വയ്യായ്ക വന്നാലും അവർക്ക് ഒന്നെങ്കിൽ അമ്മയുടെ തേന് അല്ലെങ്കിൽ ഉപ്പ് തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കും. അത് അവർക്കും ഒരു വിശ്വാസം, എന്തെങ്കിലും ഒരു കാര്യം ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരും അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ എൻ്റെ കൊച്ചുമകന്, അതായത് അവന് അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അവൻ വീട്ടിൽ പനിയായിട്ട് അവൻ സ്കൂളിൽ പോയില്ല. സ്കൂളിൽ പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതുവഴി ഒരു കോഴി പോയപ്പം കോഴി ഓടിക്കാൻ വേണ്ടി പൈപ്പ് എടുത്ത് അവനങ്ങ് ഓടിച്ചിട്ട് അത് കണ്ണിൽ കൊണ്ടു. ഇവൻ എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ല. അവൻ അന്നേരം പോയി മാതാവിൻ്റെ തൈലം എടുത്ത് തൂത്തിട്ട് അമ്മയോട് അവിടെ മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, അമ്മ എനിക്കൊരു ആപത്തും വരുത്താതിരിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. പക്ഷേ കണ്ണിനെല്ലാം നീര് വെച്ച് ഭയങ്കര വേദനയായി. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്നേരമാണ് അറിയുന്നത് ഈ പൈപ്പ് കൊണ്ടതാണെന്നുള്ളത്. അങ്ങനെ 1 മാസത്തോളം നമ്മൾ ചികിത്സിച്ചു. ഇവന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു, മരുന്നുകൾ ഒഴിച്ചു. എന്നാണേലും അവന് ഒരു കുഴപ്പവുമില്ലാതെ, ആ കണ്ണിന് യാതൊരു കുഴപ്പമില്ലാതെ, കാഴ്ചയ്ക്കോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാതാവ് അവനെ കാത്തു. അതുപോലെ എൻ്റെ മൂത്ത മോള് ഇപ്രാവശ്യം 10ൽ എഴുതി. അവൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അവൾ CBSE സിലബസിലായിരുന്നു 8ാം ക്ലാസ് വരെയും പഠിച്ചത്. 9ാം ക്ലാസ് ആയപ്പോൾ ഞങ്ങളതിനെ കേരള സിലബസിലോട്ട് മാറ്റി. കേരള സിലബസ് വന്നപ്പോൾ അവൾക്ക് ഒരു കാരണവശാലും അതിനെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവളങ്ങ് പഠിക്കുന്നില്ല. എനിക്കും വിഷമമായി. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് മാറ്റിയത്. അമ്മേ ഇത് എങ്ങനെയാണ് ഞാനത് ചൂസ് ചെയ്തത്? അന്നേരം എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അവളെ മാറ്റി അത് നന്നാകുമെന്ന്. അങ്ങനെ ഞാൻ അവളെ മാറ്റി. പക്ഷേ അവൾ 10ലെ ക്രിസ്മസ് എക്സാം വരെയും അവൾക്കൊരു 60% മാർക്ക്, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച്, ഒരു 60% മാർക്ക് പോലും കിട്ടുന്നില്ല. അതെനിക്ക് ഭയങ്കര വേദനയായി. ഞാൻ ആ ഫെബ്രുവരി വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ വർഷം.
2022 ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്ന് ഇവളെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. എന്നാണേലും അത് കഴിഞ്ഞ് നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റുകയില്ലാത്ത പോലെ അവൾ നന്നായിട്ട് പഠിച്ചു. അവൾക്ക് ആ സ്കൂളിലെ തന്നെ ടോപ്പറായിട്ട് മാറുന്നതിന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് 3 മക്കളാണ്. അടുത്ത മോനെ അവന് യാത്ര പോകുന്ന ഒന്നും ഇഷ്ടമല്ല. എന്നാ വെച്ചാൽ യാത്ര പോയാൽ അവനെ ഛർദ്ദിക്കും. അതുകൊണ്ട് അവന് യാത്ര പോകാൻ ഒരു ശകലം പോലും താല്പര്യമില്ല. അങ്ങനെ ഞാനിത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജപമാല റാലിക്കും വരും. ഈ പ്രാവശ്യം ജപമാല റാലിക്ക് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് പിള്ളേർക്ക് 3 പേർക്കും കൂടെ പോകാം. അമ്മ വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോരാൻ പറ്റത്തില്ല. അത് കാരണം അമ്മയ്ക്ക് മേലാതിരിക്കുന്നയാളാണ്. അമ്മയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുകൊണ്ട് എല്ലാവർക്കും കൂടെ പോരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് മക്കൾക്കും കൂടെ പിള്ളേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. പിള്ളേരങ്ങനെ പോരാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ എന്നെ ഛർദ്ദിക്കും, ഞാൻ അതുകൊണ്ട് പോരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ മാറി നിൽക്കുക. ആദ്യം പറഞ്ഞ് ഗുളിക, ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയുടെ ഉപ്പ് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് രാവിലെ നമുക്ക് പോകാം. ഛർദ്ദിക്കുകയാണെങ്കിൽ ഛർദ്ദിച്ചോട്ടെ, അമ്മ എൻ്റെ ബാക്കി നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഞങ്ങൾ വന്നു. ആ ജപമാല പ്രദക്ഷിണം ഫുള്ളായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൂടി. അങ്ങനെ അവൻ്റെ ആ ഛർദി പൂർണ്ണമായിട്ടും മാതാവ് മാറ്റിത്തന്നു. അത് കഴിഞ്ഞ് അവൻ ഈ ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോയി. അവനൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറായെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈശോ വഴി എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി വീട് കയറുന്ന സമയത്ത് 2 സ്ത്രീകൾ, അതെന്ന് വെച്ചാൽ വീടെന്ന് പറയാൻ പറ്റത്തില്ല. അവരൊരു ആടും പട്ടി എല്ലാം കൂടി ആയിട്ടൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് കണ്ടപ്പോൾ അന്ന് തന്നെ ഞാൻ ഇവരുടെ വീട്ടിൽ കയറി ചെന്ന ആ അവസരത്തിൽ തന്നെ ഞാൻ ഓർത്തു, എൻ്റെ ഈശോ എനിക്കൊരവസരം തരികയാണെങ്കിൽ എനിക്കിവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ അനുഗ്രഹിക്കണമെന്ന്. എന്താണെങ്കിലും ഞാൻ അത് കഴിഞ്ഞ ഇടയ്ക്കെല്ലാം അവിടെ പോകുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. പിന്നെ എവിടെ പോയാലും ഞാൻ 91 സങ്കീർത്തനം ചെല്ലിയേ പോകത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ 91 സങ്കീർത്തനം ചെല്ലും. ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറമ്പിൽ ആ അമ്മ ഉള്ള സ്ഥലത്ത് അവിടെ നിന്ന് തന്നെ ചെല്ലും. അങ്ങനെ ചെല്ലി ഞാൻ തിരിച്ചു പോരും. പക്ഷേ നമ്മളെ ആരും അങ്ങനെ അടുപ്പിക്കത്തില്ല. അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥ. എന്നാണേലും മാതാവ് ഇടപെട്ടു. യൂത്തിൻ്റെ പിള്ളേരുമായിട്ട് എനിക്ക് നല്ലൊരു വീട് വെച്ച് അവർക്ക് കൊടുക്കുന്നതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഞാൻ ഇതുപോലെ തന്നെ പോകുന്ന സമയത്താണ് ഒരു 21 വർഷമായിട്ടൊരു വഴി തുറന്നു കിടക്കുന്നതാണ്. പക്ഷേ ആളുകൾക്ക് പോകാനായിട്ട് പഞ്ചായത്തിൻ്റെ ആസ്തിയിലൊന്നും കയറ്റാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വണ്ടി പോകില്ല. വഴികൾ അപ്പടി മോശമായിട്ടിരിക്കുന്നു. ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണല്ലോ പ്രായം ചെന്നവരും. ഒരു തരത്തിലും അവർക്കൊന്ന് വഴി വന്നു വിടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ. അത് എനിക്ക് ആ സമയത്ത് ഞാൻ അന്നേരം ഓർക്കുമായിരുന്നു, എൻ്റെ ഈശോ എനിക്കൊരവസരം തന്നെയാണ്, ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എനിക്ക് ഈശോ അവസരം ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമേ ആ പ്രദേശത്തോട്ട് ചെല്ലുമ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമല്ല. എന്നാ വെച്ചാൽ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവർക്ക്. അതുകൊണ്ട് ആദ്യം ചെല്ലുന്ന സമയത്തല്ലേ എന്നെ നന്നായിട്ട് ചീത്ത പറയുമായിരുന്നു. എങ്കിലും ഞാൻ പോകുമായിരുന്നു. ഞാൻ അന്നേരം പോകുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യും. വിശ്വാസ പ്രമാണം ചെല്ലും, 91 സങ്കീർത്തനം ചെല്ലും, അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അങ്ങനെ ഞാൻ ആ ഭാഗത്തോടെ പോയി ആദ്യമേ തന്നെ അവർക്ക് വേണ്ട കക്കൂസ്, വീട് മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് കൊടുത്തു. അങ്ങനെ അവരുമായിട്ട് എനിക്കൊരു അടുപ്പമായി. പിന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് എനിക്ക് അവർക്ക് വേണ്ടി വഴിക്കുള്ള പഞ്ചായത്തിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ പഞ്ചായത്തിലാക്കിയെടുക്കുന്നതിന് മാതാവ് എന്നെ സഹായിച്ചു. അതിനി ഒരു ഫണ്ട് കൂടെ ആക്കി മാതാവ് തന്നെ തരും. എനിക്ക് തന്നെ അത് ചെയ്ത് തീർക്കാനുള്ള മാതാവ് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ഒരു 20 വർഷത്തോളമായിട്ട് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ ഭാഗ്യ നടക്കാതിരുന്നതാണ്. ആ ചേച്ചി എപ്പോഴും കാണുമ്പോൾ പറയും, കൊച്ചേ ഇത് നടക്കുന്നില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് കൊച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാനങ്ങനെ ആ ചേച്ചിയെ കൊണ്ട് ഇവിടെ വന്നു. ചേച്ചി അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ചേച്ചി ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്നാണേലും ഒരു 2 മാസത്തിനുള്ളിൽ ഈ 20 വർഷത്തോളമായിട്ട് നടക്കാതിരുന്ന ഭാഗ്യ അത് നടത്തുന്നതിന് മാതാവ് സഹായിച്ചു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ
മാതാവ് ഞങ്ങൾക്ക് എനിക്ക് തന്നു. അതുപോലെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി ഇങ്ങനെ കാലിന് വേദനയായിട്ട് മിക്കവാറും വീട്ടിൽ വരും. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു 2-3 വർഷത്തോളമായി ചേച്ചി വരുന്നത്. അന്നേരം എനിക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി അവിടെ ഒന്ന് ഇരുന്നേ, എന്നും ഇത് വരുമ്പം പറയുന്നുണ്ടല്ലോ അവിടെ ഇരുന്നിരുന്നില്ല. ഞാൻ ചേച്ചിയുടെ കാല് അന്നേരം ഈ തൈലം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആദ്യം മനസ്സാപ്രകടനം ചൊല്ലി, അത് കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ചേച്ചിയുടെ കാലിൽ ഈ തൈലം പൂശി. എന്നാണേലും പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എന്തെന്നില്ലാത്ത കുറവുണ്ട്, ഇപ്പം പഴയതുപോലെ നടക്കാനായിട്ട് ചേച്ചിക്ക് സാധിക്കുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. എൻ്റെ ഒരു ആങ്ങളയ്ക്ക് എപ്പോഴും ഈ അരീസിൻ്റെ അസുഖം പോലെ എന്താ വെച്ചാൽ ഒരു സാധനവും കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റിൽ ഭയങ്കര എരിവ് പുളി അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ ഭയങ്കര അസ്വസ്ഥതകളാണ്. അന്നേരം എന്നോട് വിളിക്കുമ്പോഴൊക്കെ സങ്കടം പറയും. 10-30 വർഷമായിട്ടുള്ള ഒരു ചെറുപ്പത്തിലേ തൊട്ടേ ഉള്ളതാണ്. അന്നേരം ഈ എന്നോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സങ്കടം പറയുമായിരുന്നു. അന്നേരം വാ തുറന്നു കഴിഞ്ഞാൽ വായിക്കാത്തവർ എനിക്ക് സഹിക്കാൻ പറ്റുകയില്ലാത്ത മണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ആരാധന ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇതിനു വേണ്ടി നിങ്ങൾ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ അന്നേരം ആ ആങ്ങളെ ഓർത്ത് എൻ്റെ വയറിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ 10-30 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് ആങ്ങളയിൽ നിന്ന് മാറിപ്പോയി. ദൈവം അങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് തീരുകയില്ലാത്തത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിന് തമ്പുരാൻ ഒത്തിരി നന്ദി പറയുന്നത്. അതുപോലെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിച്ചാൽ ഞാൻ എന്ത് കാര്യം ചെയ്താലും ആദ്യമേ ഞാൻ ചെയ്യുന്നത് ആ കാര്യത്തിന് വേണ്ടി ഞാൻ വിശുദ്ധ കുർബാന ചെല്ലിക്കും. അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി 91 സങ്കീർത്തനവും ചൊല്ലും. അത് കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയേ ഞാൻ എന്ത് കാര്യം ചെയ്യാറുള്ളൂ. വീട്ടിൽ നിന്ന് എവിടെ ഇറങ്ങിപ്പോയാലും ഞാൻ ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ 100 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പോയാലും ഞാൻ പറയും, അമ്മേ മാതാവേ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇവിടുന്ന് പോകുക, എനിക്ക് പറയാനുള്ളതൊന്നും അറിയത്തില്ല. എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണെന്ന് അമ്മയും തിരുക്കുമാരനും പറഞ്ഞോണം ഞാനൊന്നും സംസാരിക്കുകയില്ല, നിങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത്. അല്ലാതെ എന്നെക്കൊണ്ട് ഒരു കഴിവുമില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ, എന്നെ ഇങ്ങനെ ആക്കി നിർത്തിയേക്കുന്നതിന് പുറത്തേക്ക് ഞാനിങ്ങനെ നടക്കുന്നത് എന്നിങ്ങനെ പറയും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് പറഞ്ഞു തീർത്ത് പോരുന്നതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കാറുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ എന്തെല്ലാം സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും ഈശോയോട് ചേർന്ന് നിന്ന ഈശോ ഒരിക്കലും നമ്മളെ വിട്ടുപിരിയത്തില്ല. നമുക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ഈശോ ഉറപ്പായിട്ട് നടത്തി തരുമെന്നുള്ള ഏറ്റവും വലിയൊരു സാക്ഷിയാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ അതുപോലെ വിഷമിച്ച് എന്നെ ഒന്നുമല്ലാതെ ഇരുന്ന് എന്നെ ഒരു വ്യക്തിയെ ആ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് തമ്പുരാൻ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ തമ്പുരാന് നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ഒത്തിരി നല്ല പദ്ധതികളുണ്ട്. അതെല്ലാം പൂർണ്ണമാകുന്നതിന് നമ്മൾ അവിടുത്തോട് അടിയുറച്ച് നിന്നാൽ മാത്രം മതി. തമ്പുരാൻ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ധാരാളമായിട്ട് നൽകും. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ നന്ദി.